സ്വപ്നക്കൂട്ട് സീസൺ 5-ൽ അടുത്തതായി ഡിസൈൻ ടിപ്സ്. ഒരു ഭവനം പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വരെ എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്ന് ഓരോ ഘടകങ്ങളെടുത്ത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഫൗണ്ടേഷൻ. വാനം വെട്ടുമ്പോൾ അതിൻ്റെ ആർച്ച് ഫൗണ്ടേഷൻ കൊടുത്താൽ നമുക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഡ്രൈ റബിൾ ഫൗണ്ടേഷൻ സാധിക്കും. അപ്പോൾ സിമെൻ്റ് ഒഴിവാക്കാൻ സാധിക്കും. അത് ഓരോ സോയിൽ കണ്ടീഷൻ അനുസരിച്ച് നോക്കി ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു വേണമെങ്കിൽ കുറച്ചാൽ അങ്ങനെ മൊത്തം ഒരു കോസ്റ്റ് ചിലവ് ചുരുക്കൽ എല്ലാ ഘടകങ്ങളിലും ആകുമ്പോഴാണ് ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഫൗണ്ടേഷനിൽ ഇങ്ങനെ സാധിക്കും. അടുത്ത അതിന് മുകളിലോട്ടുള്ളതാണ് നമ്മുടെ ഭിത്തികൾ. സാധാരണ ബ്രിക്സിൻ്റെ ടോട്ടൽ വോളിയം ഒരു 25%, 25% കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ ആ ബ്രിക്ക് വർക്കിൻ്റെ കോസ്റ്റ് ഒരു 15%ഓളം മൊത്തം കുറയാൻ ഇടയാകും. അതും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ലാറ്ററൈറ്റ് ബ്ലോക്സ് ഉണ്ടാക്കും. ഇപ്പം അവൈലബിൾ ആണത്. അതിനകത്ത് അതിലൊരു ഗ്രൂവ് പോലെ ഉണ്ട്. അപ്പോൾ അതിന് സിമെൻറ്റ് പോലും ഇല്ലാതെ നേരെ കോർത്ത് വെച്ച് പണിയുവാൻ സാധിക്കും. അങ്ങനെ അത് സിമെൻറ്റും കുറയ്ക്കും, ലേബർ കമ്പോണൻറ്റും കുറയ്ക്കും. പക്ഷെ അതിനൊറ്റ കുഴപ്പം, അതിന് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഇച്ചിരി കുറവുണ്ട്. കാരണം എർത്ത്ക്വേക്ക് പോലത്തെ ഫോഴ്സസ്, ലാറ്ററൽ ഫോഴ്സസ് വരികയാണെങ്കിൽ ഇടിഞ്ഞു വീഴാൻ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഓരോ കോർണേഴ്സിലും
സാധിക്കും. അങ്ങനെ ഒട്ടനവധി രീതിയിൽ നമുക്ക് ഓരോ കമ്പോണൻറ്റിലും ചിലവ് കുറയ്ക്കാൻ സാധിക്കും. സോ സ്വപ്നക്കൂട്ട് സീസൺ 5 ആദ്യം കാണിച്ച പാർവണം എന്ന വീടും അതുപോലെ തന്നെ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ കണ്ട വീട്ടിൽ നമുക്ക് കാണാൻ സാധ്യമായത് ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി സ്റ്റൈൽ മിക്സ് ചെയ്ത ഒരു കൺസ്ട്രക്ഷൻ ആണ്. സോ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഐദർ കണ്ടംപററി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആണ്. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർവണം എന്ന വീടും ബാക്കി ടിപ്സും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വപ്നക്കൂട്ട് സീസൺ 5 വൈൻഡ് അപ്പ് ചെയ്യുന്നു.